കേരളം ആർക്കൊപ്പം എന്ന കൃത്യമായ ഒരു കണക്ക് എന്ന ഒരു സാമ്പിൾ സർവേയാണ് ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായേക്കാം. പ്രചരണരംഗം ചൂടുപിടിക്കുമ്പോൾ ഇനിയും മാറ്റമുണ്ടാകാം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന സാമ്പിൾ സർവേ ഫലം കേരളം ആർക്കൊപ്പം എന്നതിൻ്റെ കൃത്യമായ സൂചന ഞങ്ങൾ ഉടൻ പുറത്തുവിടും. കേരളം ആർക്കൊപ്പം ചിന്തിക്കുന്നു? ബീഹാറിന്റെ ചിത്രം നമ്മൾ കണ്ടു. NDA 38, ഇന്ത്യ മുന്നണി 2 എന്നതായിരുന്നു ചിത്രം. അവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ 20 ലോക്സഭാ സീറ്റുകളിൽ കഴിഞ്ഞ തവണ 19ഇടത്തും UDF സ്വന്തമാക്കിയ ഇടമാണ്. ആലപ്പുഴയിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനായത്. മാറ്റം വരുമോ? എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നത്? ഇതിന്റെ ആദ്യ സർവേ ഫലമാണ് വരാൻ പോകുന്നത്. 20ൽ എത്ര UDFന്, എത്ര LDFന് BJP അക്കൗണ്ട് തുറക്കുമോ ലോക്സഭയിലേക്ക്? ഇതാണ് അറിയുവാൻ ബാക്കിയുള്ളത്. ഇതുവരെ ഇപ്പോൾ ബീഹാറിലെ കണക്ക് നോക്കുമ്പോൾ NDA, ഇന്ത്യ മുന്നണി എന്നുള്ള 2 രീതിയിലാണ് നമ്മൾ ടാലി കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അത് LDF, UDF, NDA എന്നായി മാറും. അത് ആ രീതിയിലാണ് കണക്കുകൾ വരുന്നത്. കേരളത്തിലെ 20 സീറ്റുകളുടെ സർവേ ഫലം അല്പസമയത്തിനകം പുറത്തു വരും. അതിനു മുൻപ് കേരളത്തിൽ നേരത്തെ ഈ ചോദ്യാവലിയുമായി കേരളത്തിലെ വോട്ടർമാരെ സമീപിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്താൻ പറഞ്ഞപ്പോൾ അത് ദേശീയ തലത്തിലെ ആളുകൾ പറഞ്ഞതുപോലെ അല്ല, വോട്ടർമാർ പറഞ്ഞതുപോലെ അല്ല കേരളത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിന്റെ ഫലം വന്നു കഴിഞ്ഞു. കേരളത്തിന്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞു. ഇടതു മുന്നണി 4ഇടത്ത് വിജയിക്കും. UDF 14, LDF 4, NDA BJP 2 സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് ന്യൂസ് 18 സർവേ പറയുന്നത്. LDF 4 സീറ്റിൽ, UDF 14 സീറ്റിൽ. കഴിഞ്ഞ തവണത്തെ 18ൽ നിന്ന് 19ൽ നിന്ന് 14ലേക്ക് കുറയുന്നു. NDA 2 സീറ്റിൽ. LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാകുന്നു. BJPക്ക് നേട്ടമുണ്ടാകാൻ പോകുന്നു. ഇതാണ് ന്യൂസ് 18ന്റെ സർവേ ഫലത്തിൽ വ്യക്തമാകുന്നത്. കേരളം അങ്ങനെ 20 സീറ്റുകളിൽ LDF 4, UDF 14, NDA 2. ഈ മേഖല തിരിച്ചുള്ള കാര്യം അല്പസമയത്തിനകം വരും. അതുപോലെ തന്നെ വോട്ടിംഗ് ഷെയർ, അതിന്റെ കാര്യത്തിലും അല്പസമയത്തിനകം തന്നെ ഒരു കൃത്യമായ കണക്ക് പുറത്തു വരും. കഴിഞ്ഞ തവണ 47.something അതായിരുന്നു UDFന്റെ വോട്ട് ഷെയർ. LDFന് 36% വോട്ട് ഷെയർ ഉണ്ടായിരുന്നത്. BJPക്ക് 15%. അതിലെന്തെങ്കിലും മാറ്റം ഇത്തവണ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി അറിയുവാനുണ്ട്. എന്തായാലും LDF കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തും. UDFന് സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കും എന്നുള്ളതാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. വോട്ട് ഷെയറിന്റെ കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ തവണത്തെ ഏതാണ്ട് അതേ വോട്ട് ഷെയർ തന്നെ അല്ലേ? വോട്ട് ഷെയറിൽ വലിയ വ്യത്യാസം വരുന്നില്ല കഴിഞ്ഞ തവണത്തെ എന്നാണ് വ്യക്തമാകുന്നത്. 48% വോട്ട് ഷെയർ ആണ് കിട്ടാൻ പോകുന്നത് UDFന്. അതായത് നിസ്സാരമായ ഒരു വർധന മാത്രമാണ് UDFന് വരുന്നത്. അതേസമയം സീറ്റുകളുടെ എണ്ണത്തിൽ 1% വോട്ടിംഗ് പെർസെന്റേജ് 1% കൂടുമ്പോൾ 3 സീറ്റുകൾ നഷ്ടപ്പെടുന്നു എന്നതാണ് UDFന് കേരളത്തിലെ ചിത്രമുണ്ടാവാൻ പോകുന്നത്. വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് വരുമ്പോൾ 3 സീറ്റുകൾ നഷ്ടപ്പെടുന്നു. അതേസമയം LDFന്റെ വോട്ടിംഗ് ഷെയറിൽ കുറവുണ്ടാകുന്നു. 36% എന്നുള്ളത് 32%ത്തിലേക്ക് LDFന്റെ വോട്ട് ഷെയറിൽ കുറവുണ്ടാകുന്നു. അതേസമയം NDAയുടെ അല്ലെ BJP മുന്നണിയുടേത് കൂടുന്നുണ്ട്, 18%ത്തിലേക്ക് ഉയരുകയാണ്. ഇതാണ് കേരളത്തിലെ സർവേ ഫലം. ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന സർവേ ഫലമാണ് പുറത്തു വരുന്നത്. LDF 4 സീറ്റിൽ, UDF 14 സീറ്റിൽ, BJP NDA 2 സീറ്റിൽ. ഇതാണ് 5 സീറ്റുകളാണ് BJP A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് പറയുന്നത്. അല്ലേ? തിരുവനന്തപുരമുണ്ട്, പത്തനംതിട്ടയുണ്ട്, ആറ്റിങ്ങലുണ്ട്, തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്. അതിൽ 2 മണ്ഡലങ്ങളിൽ വിജയം. 2 മണ്ഡലങ്ങൾ ഏത് എന്നതാണ്. അതിൽ BJP പ്രതീക്ഷ വയ്ക്കുന്ന 2 മണ്ഡലങ്ങളിൽ 2 സീറ്റുകളിൽ വരെ വിജയിച്ചേക്കാമെന്ന കണക്കാണ് ഇവിടെ പ്രസക്തമാവുന്നത്. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ പുറത്തുവിടുന്നു. കേരളത്തിൽ 2 സീറ്റുകളിൽ വരെ BJP ജയിച്ചേക്കാനുള്ള സാധ്യതയാണ് ഈ അഭിപ്രായ സർവേയിലൂടെ ഞങ്ങൾ പുറത്തുവിടുന്നത്. അതേസമയം ഇടതുമുന്നണി നില മെച്ചപ്പെടുത്തുകയാണ്. 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി വിജയിച്ചു കയറാനുള്ള സാധ്യതയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് എന്നതാണ് ചോദ്യം. നമുക്കറിയാം ഇത്തവണ കുറേയധികം സീറ്റുകളിൽ വിജയിച്ച് കയറിയേ പറ്റൂ എന്ന തീരുമാനത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. അതങ്ങനെയെങ്കിൽ ഏറെക്കുറെ ഫലം കണ്ടു എന്ന് പറയണം. അങ്ങനെയെങ്കിൽ UDFന് നഷ്ടപ്പെടുന്ന സീറ്റുകൾ ഏതെന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. തൃശ്ശൂരിന്റെ അവസ്ഥ എന്താണ്? വടകരയിലെ സ്ഥാനാർത്ഥി മാറ്റം, ഇങ്ങനെ ആകാംക്ഷ ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. വോട്ട് ഷെയറിലെ വ്യത്യാസം അത് സീറ്റുകളിലേക്ക് വരുമ്പോൾ സീറ്റിൽ LDFന് വോട്ട് ഷെയറിൽ കുറവ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും സീറ്റിന്റെ കാര്യത്തിൽ അത് പ്രശ്നമുണ്ടാക്കുന്നില്ല. സീറ്റുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. മഞ്ജുഷ, അവിടെ നമുക്ക് പരിശോധിക്കേണ്ടത് കഴിഞ്ഞ 2019 കേരളത്തിലെ ലോക്സഭാ ഫലമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക UDF സ്ഥാനാർത്ഥികളുടെയും വിജയം വൻ ഭൂരിപക്ഷത്തിലായിരുന്നു. അത് സ്വാഭാവികമായും കഴിഞ്ഞ തവണ വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അങ്ങേറ്റം ആന്റി ഇൻക്യുബൻസി വർക്ക് ചെയ്ത സമയം ശബരിമല ഘടകമായി, രാഹുൽ ഗാന്ധിയുടെ വരവ് ഘടകമായി, ഇങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. പക്ഷേ ഇത്തവണ വോട്ട് ഷെയറിൽ 1% കുറവ്
വർധനവ് വരുത്തുന്നു. 48%. ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെ LDF-ന്റെ വിജയമാണ് ഇപ്പോൾ അല്ലേ ഈ സർവേയിൽ പ്രതിഫലിക്കുന്നത്. ബാക്കി സ്ഥലങ്ങളിൽ UDF-ന്റെ വോട്ട് ഷെയറും കൂടുന്നുണ്ട്, ഭൂരിപക്ഷവും കൂടുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും LDF-ഉം UDF-ഉം തമ്മിൽ ടൈറ്റായിട്ട് മത്സരം നടക്കുന്ന ആ മണ്ഡലങ്ങളിൽ അവിടെ വിജയം UDF-ലേക്ക്. മഞ്ജുഷ, അങ്ങനെയെങ്കിൽ അത് നമ്മൾ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള ഇടങ്ങളാവാം. ആ തരത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി ചിന്തിച്ചിട്ട് ഉണ്ടാവുക എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അവിടെ വോട്ട് ഷെയർ 3 തരത്തിലേക്ക് വീതിക്കപ്പെടുമ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെ, നാരോ എഡ്ജിലൂടെ ഒരു പക്ഷേ ഇടതു സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതാണ്. 1 എന്നുള്ളത് 4ലേക്ക് വളർന്നിരിക്കുന്നത് സർവേ ഫലം വ്യക്തമാക്കുന്നത് അതാണ്. LDF-ന് 4 സീറ്റുകൾ, 14 സീറ്റുകൾ UDF-ന്. BJP 2 സീറ്റുകളിൽ, NDA മുന്നണി 2 സീറ്റുകളിലും വിജയിക്കുമെന്നാണ് ന്യൂസ് 18 സർവേ വ്യക്തമാക്കുന്നത്. എന്തായാലും BJP അക്കൗണ്ട് തുറക്കും എന്നാണ് ഇപ്പോൾ ഈ സർവേ ഫലത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു. അതെ, 2 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അത് ഏത് എന്നുള്ളതാണ്. തിരുവനന്തപുരമാണോ, തൃശ്ശൂരാണോ, അതല്ല പാറ്റിങ്ങിലാണോ, പത്തനംതിട്ട? അതെ, അങ്ങനെ പ്രസക്തമായ ചോദ്യങ്ങൾ നിരവധിയുണ്ട്. BJP പ്രതീക്ഷ വയ്ക്കുന്ന വലിയ വലിയ ക്യാമ്പയിൻ നടത്താൻ പോകുന്ന ഇടങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ വരവ് ഇനിയും സംസ്ഥാനത്തേക്ക് നടക്കാനിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സാഹചര്യങ്ങൾക്ക് ഇനിയും മാറ്റമുണ്ടായേക്കാം. സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഘടകങ്ങൾ ഇനിയും പ്രവർത്തിക്കാനുണ്ട്. കാരണം ക്യാമ്പയിൻ അതിന്റെ ഫുൾ സ്വിംഗിലേക്ക് ഇതുവരെ നടന്നിട്ടില്ല. നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ച്, നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ജനങ്ങൾ അഭിപ്രായ നടത്തിയതാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അവിടെയാണ് UDF 14ലേക്കും ഇടതുമുന്നണി 4ലേക്കും NDAക്ക് 2 സീറ്റുകൾ വരെ ലഭിക്കാവുന്നതുമായ സാഹചര്യത്തിലേക്ക് കേരള രാഷ്ട്രീയം എത്തുന്നത്. ബീഹാറും കേരളവുമായി കൂട്ടി നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പോൾ ഈ 14+4 എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ 18 സീറ്റുകൾ, ബീഹാറിലെ 2 സീറ്റുമായിട്ട് 40 സീറ്റുകൾ. ഇതുവരെ സർവേ ഫലം പ്രഖ്യാപിച്ച മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ 20 സീറ്റുകളിൽ എഡ്ജ് കിട്ടുകയാണ് ഇന്ത്യ മുന്നണിക്ക്. അതേസമയം NDAക്ക് 38+2 അല്ലേ 40 സീറ്റുകളിലും എഡ്ജ് കിട്ടുകയാണ്. കേരളത്തിൽ ഇത് ഏത് രീതിയിൽ ഈ സർവേയിൽ പങ്കെടുത്തവർ ഈ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. എന്തായാലും UDF-ന് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ കുറയും എന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ സർവേകളിലും ഈ രീതിയിലായിരുന്നു അല്ലേ, ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പക്ഷേ LDF ജയിക്കുമെന്നുള്ളതായിരുന്നു ആ രീതിയിലുള്ള സർവേ ഫലങ്ങൾ. പക്ഷേ 19ലേക്ക് വന്നത് അവസാനം ഒരു കുതിപ്പ് തന്നെയായിരുന്നു. 4 സീറ്റുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയുണ്ട്. ഒന്ന്, ആലപ്പുഴ നിലനിർത്തുമോ? സിറ്റിംഗ് സീറ്റായിരുന്നു, അത് നിലനിർത്തുമോ? ഇനി ആലപ്പുഴ അല്ലെങ്കിൽ മറ്റ് പുതിയ 4 സീറ്റുകളാണോ നേടുക? ഇങ്ങനെ പല പല സാധ്യതകളുമുണ്ട്. കഴിഞ്ഞ തവണ കഷ്ടിച്ച് ജയിച്ചല്ലേ, കഷ്ടിച്ച് എന്ന് പറയുമ്പോൾ ഈ കൂടുതൽ സീറ്റുകളിലും 1 ലക്ഷത്തോളം അടുത്ത ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ അതിൽ തന്നെ ഭൂരിപക്ഷം കുറഞ്ഞ മണ്ഡലങ്ങളുണ്ടല്ലോ. കാസർഗോഡ് ഭൂരിപക്ഷം കുറവായിരുന്നു അല്ലെ, അങ്ങനെ ഭൂരിപക്ഷം കുറഞ്ഞ മണ്ഡലങ്ങളിൽ പാലക്കാട് ഭൂരിപക്ഷം കുറവായിരുന്നു. അങ്ങനെയുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുകയാണോ LDF? എന്തായാലും ഈ 4 എന്ന് പറയുമ്പോൾ UDF-ന് അതൊരു പിന്നോട്ട് പോക്കാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു UDF സംസ്ഥാനത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത്തവണ കഴിഞ്ഞ തവണത്തെ അതേ പ്രകടനം ഇല്ല എന്നവർ കരുതിയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ ഒരു പ്രതീക്ഷിത നഷ്ടമാവാം ഒരു പക്ഷേ 14 സീറ്റിലേക്കുള്ള ഒരു കുറവെന്ന് കരുതാം. ഈ നാരോ എഡ്ജിലുള്ള വിജയമാണ് LDF-ന് ഈ പറഞ്ഞ 4ഇടത്തേക്ക് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാവും മഞ്ജുഷ? സംസ്ഥാനത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ഈ ത്രികോണ പോരാട്ടമെന്ന് നമ്മൾ കണക്കൂട്ടി ഇടത്തൊക്കെ ആയിരിക്കുമോ അത് സംഭവിക്കും? ഇത് ശരിക്കും പറഞ്ഞാൽ NDAയുടെ 2 സീറ്റുകളുണ്ടല്ലോ, ആ അക്കൗണ്ട് 2ഉം അതൊരു ടൈറ്റ് ഫൈറ്റ് UDF-മായി നടക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെ ഈ കഴിഞ്ഞ തവണയൊക്കെ BJPക്ക് സീറ്റുകൾ കിട്ടുമെന്നുള്ള രീതിയിലുള്ള സർവേ ഫലങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം എക്സിറ്റ് പോൾ വന്നപ്പോൾ പോലും ആ രീതിയിലുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പിന്നീട് വന്നപ്പോൾ തിരിയുകയായിരുന്നു. ആ സീറ്റുകൾ UDF-നാണ് ആ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ അങ്ങനെ ഒരു വിജയം എക്സിറ്റ് പോളുകൾ പോലും പ്രവചിച്ചതാണ്. പക്ഷേ അവസാനം ശശി തരൂരിന്റെ വിജയമാണ് കണ്ടത്. അപ്പോൾ ഈ 2 സീറ്റുകൾ എന്ന് പറയുന്നത് UDF-ന്റെ സിറ്റിംഗ് സീറ്റുകൾ, ആ സീറ്റുകളിൽ NDA വരുന്നു എന്നുള്ളതാണ്. അത് ടൈറ്റ് ഫൈറ്റിൽ അവസാനം UDF പക്ഷത്തേക്ക് പോകുമ്പോൾ UDF-ന് കഴിഞ്ഞ തവണത്തെ അത്ര വിജയം അതിലേക്ക് എത്തുന്നില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അത് UDF-ന്റെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരം സാധ്യതകൾ കളയേണ്ട. തിരുവനന്തപുരം അല്ലേ? ഞാൻ പറയുന്നു തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ഈ കണക്കിൽ വന്നിരിക്കുന്നത്. തീർച്ചയായും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ആറ്റിങ്കലിന്റെ സാധ്യത എന്താണ്? അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആറ്റിങ്കൽ ആ നാരോ എഡ്ജിലൂടെ ഇടതുമുന്നണി സസ്പെൻസ് ആയിട്ടിരിക്കുകയാണ്. ഈ 2 സീറ്റുകൾ ഏതാണ് എന്നുള്ളത് 2 ദിവസം കൊണ്ടാണ് ഈ സർവേ ഫലം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ സജിത്ത് പറഞ്ഞ ആ ചോദിച്ച കാര്യം അതൊരു സസ്പെൻസ് ആയിട്ട് നിലനിർത്താം നമുക്ക്. യെസ്, അതാണ് സംസ്ഥാനത്തിന്റെ പൊതുചിത്രം. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2019 കേരളം ചിന്തിച്ചതുപോലെയല്ല ഇനി തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കാൻ പോകുന്നത്. 2024
കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇവിടെ 14 UDF വിജയിക്കുമ്പോൾ 4 ഇടതുമുന്നണി, 2 വരെ NDA ജയിച്ചേക്കാമെന്നത്, BJP ജയിച്ചേക്കാമെന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെങ്കിൽ അത് എവിടെയെന്ന സ്വാഭാവികമായ ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ആ മണ്ഡലങ്ങൾ തിരുവനന്തപുരമാണോ തൃശ്ശൂരാണോ, എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്ന ചോദ്യമുണ്ട്. തൃശ്ശൂരൊക്കെ കൈവിട്ടു പോയാൽ സ്ഥാനാർത്ഥി മാറ്റമൊക്കെ വലിയ ചർച്ചയാവും മുന്നണിക്കകത്ത് UDF. തീർച്ചയായിട്ടും ഉണ്ടാവും. കോൺഗ്രസിൽ അങ്ങനെ ഏതെങ്കിലും സീറ്റുകൾ പോയാൽ തന്നെ അത് വലിയൊരു ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒന്നാമത് ഈ അവസാന നിമിഷം സ്ഥാനാർത്ഥി ചർച്ചകൾ വന്നു. പിന്നെയുള്ളത് മറ്റൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യം അല്ലേ, അത് ഉറപ്പിക്കുന്നതിന് മുൻപാണ് ഈ സർവേ നടന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ രാഹുൽ ഇമ്പാക്ട് കഴിഞ്ഞ തവണത്തെ അത്രയും ഇത്തവണ UDFന് അനുകൂലമായി പ്രതിഫലിക്കുമോ എന്നുള്ള സംശയമുണ്ട്. അന്ന് രാഹുൽ വന്ന സാഹചര്യമല്ലല്ലോ ഇന്ന് വയനാട്ടിൽ. എനിക്ക് തോന്നുന്നു രാഹുൽ ഇഫക്റ്റ് കാര്യമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങ് പ്രതിഫലിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ പ്രചരണ രംഗത്തൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതിനപ്പുറം വേറൊരു കാര്യമുണ്ട് സജിത്ത്, നമ്മളിപ്പോൾ ഈ ചോദ്യാവലി കൊണ്ടുചെന്നപ്പോൾ ഈ സർവേയിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടത് ദേശീയ തലത്തിലെ ആളുകൾ പറഞ്ഞതുപോലെയല്ല. രാഹുലിനെ അവർ നേതാവായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അത് ദേശീയ തലത്തിലെ നേരെ റിവേഴ്സ് ആയിരുന്നു. അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവിടെ ഒരു കാര്യം കൂടി നമുക്ക് പരാമർശിക്കാമെന്ന് തോന്നുന്നു. നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി എന്നതിനപ്പുറത്തേക്ക് ആ പരിഗണനാ പട്ടികയിൽ കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഇടതു കേന്ദ്രങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മുഖം, ഒരു പേരില്ലായിരുന്നു അതിൻ്റെ അകത്ത് എന്നൊരു ചിത്രം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മോദി വേഴ്സസ് രാഹുൽ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസുകാരുടെയും ഇടതുപക്ഷക്കാരുടെയും വോട്ട് അവിടെ കിട്ടിയത് രാഹുലിനാണ് സ്വാഭാവികമായിട്ടും. ആ ഒരു ശരിയാണ്, അത് ശരിയാണ്. കിരൺ, എന്താണ് കേരളത്തിലെ ഈ കണക്കിൽ നിന്ന് താങ്കൾക്ക് പറയുവാനുള്ളത്? 2 BJP. കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണയും 0 മുതൽ 2 സീറ്റ് വരെ BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന മട്ടിൽ തന്നെയുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രമൊക്കെ ഏറ്റവും അവസാന നിമിഷം പോലും മാറിമറിയാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ BJPക്ക് ജയസാധ്യത ഉണ്ടെങ്കിൽ കേരളത്തിലെ ആരാണ് BJPയെ തോൽപ്പിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മുന്നണിയിലെ സ്ഥാനാർത്ഥി, ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? തിരുവനന്തപുരത്തിന്റെ തന്നെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 2019 മത്സരത്തിൽ രാജഗോപാലുമായി 2014 മത്സരത്തിൽ രാജഗോപാലുമായി ശശി തരൂർ മത്സരിക്കുന്ന ഘട്ടത്തിലൊക്കെ രാജഗോപാൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ വരുമ്പോൾ തന്നെ തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് തീരദേശ മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിൽ വോട്ട് ശശി തരൂരിന് അനുകൂലമായി, അതിൽ ചിലപ്പോൾ ഇടതുമുന്നണിയുടെ വോട്ടടക്കം കാണാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അങ്ങനെ കേരളത്തിന്റെ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇലക്ഷന്റെ അന്ന് തലേന്ന് പോലും ചിലപ്പോൾ വോട്ടിംഗ് പാറ്റേൺ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെയായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ചിലർക്ക് കോമൺ ആയി നിൽക്കുന്ന ഒരു വിഷയം കേരളത്തിൽ സ്വന്തം മുന്നണി ജയിക്കുക അല്ലെങ്കിൽ സ്വന്തം പാർട്ടി ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ചിലപ്പോൾ BJPയിൽ നിന്ന് ഒരാൾ ജയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റാലും BJP ജയിക്കരുത് എന്ന് നിർബന്ധമുള്ള വലിയ ഒരു ജനവിഭാഗമുണ്ട്. അവരുടെയൊക്കെ വോട്ട് ഏത് തരത്തിലേക്കാണ് മറിയാൻ സാധ്യതയെന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും അത്തരം മണ്ഡലങ്ങളിലൊക്കെ ഏത് സ്ഥാനാർത്ഥിക്കാണ് വിജയസാധ്യത കൂടുതൽ വരുന്നത് ആ സ്ഥാനാർത്ഥിയിലേക്ക് അവസാന നിമിഷം ഈ പാർട്ടി പ്രവർത്തകരുടെ അടക്കം അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളുടെ അടക്കം വോട്ട് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കേരളത്തിന്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ മറ്റേതെങ്കിലും ബീഹാറിന്റെ നേരത്തെ സാഹചര്യം എടുത്ത പോലെ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം കൂടിയല്ല കേരളം എന്നതുകൂടി നമുക്ക് ഇത്തരത്തിൽ ഓർക്കണം. പക്ഷേ കണക്കെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര പേർ അനുകൂലിക്കുന്നു, ഇപ്പോൾ എത്ര പേർ എതിർക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നേരത്തെ ഈ കണക്കിൽ തന്നെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി വേണോ നരേന്ദ്രമോദി വേണോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും വേണ്ട നരേന്ദ്രമോദിയും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഇടതുമുന്നണിയുടെ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവർക്ക് കൂടി യോജിക്കുന്ന ഒരു പേര് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ആ തരത്തിലേക്ക്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും മോദിയോട് കടുത്ത വിരോധം കാണും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോടും എതിർപ്പ് കാണും. ഇവർ രണ്ടുപേരും വേണ്ട പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. സാധാരണക്കാരായ മനുഷ്യരുടെ നിന്നാണ് പലപ്പോഴും സർവേ റിപ്പോർട്ടുകളൊക്കെ എടുക്കുന്നത്. അവർ ചിലപ്പോൾ അവർക്ക് യോജിക്കുന്ന ഒരാളുടെ പേരില്ലെങ്കിൽ ചിലപ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ വരണമെന്നില്ല. ചില ചോദ്യങ്ങൾക്ക് അങ്ങനെ കൂടി ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് താല്പര്യമുള്ള കേരളത്തിന്റെ സാഹചര്യമല്ല ഇന്ത്യയുടെ ഒരു പൊതു സാഹചര്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും BJP ഒരു ഭാഗത്ത് പ്രധാന പാർട്ടിയായി നിൽക്കുന്നു, അല്ലെങ്കിൽ കേരളമോ പഞ്ചാബോ ഒക്കെ പോലുള്ള കുറച്ച് തമിഴ്നാടൊക്കെ പോലുള്ള ചെറിയ സംസ്ഥാനങ്ങൾ മാത്രം. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയല്ല, BJPയും ഒരു പ്രധാന പ്ലെയറായി തന്നെ ഉണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ അല്ലാത്തിടത്തോളം കാലം ഇവർക്ക് കൂടി യോജിക്കാൻ കഴിയുന്ന ഒരാളുടെ പ്രധാനമന്ത്രി ഇപ്പോൾ തമിഴ്നാട്ടിലാണ് വരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി വേണോ മോദി വേണോ എന്ന ചോദ്യത്തിന് പകരം രാഹുൽ ഗാന്ധി വേണോ അല്ലെങ്കിൽ മോദി വേണോ സ്റ്റാലിൻ വേണോ എന്നാണ് ചോദ്യമെങ്കിൽ ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് സ്റ്റാലിന് ലഭിക്കാൻ സാധ്യത കൂടിയുണ്ട്. രാഹുൽ എന്നാണ് വന്നത്. എന്തായാലും 14-4-2 സർവേ ഫലം അതാണ് വ്യക്തമാക്കുന്നത്. 14 സീറ്റിൽ UDF, 4 സീറ്റിൽ LDF. അതായത് LDFന് നേട്ടം, 3 സീറ്റിന്റെ നേട്ടം. BJP NDA മുന്നണി 2 സീറ്റുകൾ. അത് തെക്കൻ കേരളത്തിലാണ് 1 സീറ്റ് എന്നുള്ളതാണ് സർവേ ഫലം പറയുന്നത്. 1 മധ്യ കേരളത്തിലും. തെക്കൻ കേരളത്തിൽ 1 സീറ്റ് സ്വാഭാവികമാണ്, നമുക്ക് ഊഹിക്കാൻ കഴിയും. മധ്യ കേരളത്തിലെ സീറ്റ്
മഞ്ജുഷിന്റെ കണക്കിൽ പറഞ്ഞ തൃശ്ശൂർ തന്നെയാവാനുള്ള സാധ്യത മധ്യ കേരളത്തിൽ തൃശ്ശൂർ, തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം. സംശയമുണ്ടോ കിരൺ? നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്ത് വന്നതാണ് BJPയെ സംബന്ധിച്ച്. കേരളത്തിൽ ഏറ്റവും ഒത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. 2 തവണയും ശശി തരൂർ വിജയിക്കുമ്പോഴും കഴിഞ്ഞ തവണ 1,00,000 വോട്ടിന് 99,989 വോട്ടിന് ജയിക്കുമ്പോഴും അതിനു മുമ്പ് കഷ്ടിച്ച് അദ്ദേഹം 10,000 ശിഷ്ടം വോട്ടിന് വിജയിക്കുമ്പോഴും 2ാം സ്ഥാനത്തുണ്ടായിരുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടിക്ക് 3 മുന്നണികൾക്കും വിജയസാധ്യത തള്ളിക്കളയാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. അതുകൊണ്ട് തന്നെ 3 മുന്നണിയെ സംബന്ധിച്ച് എവിടെയാണ് പ്രയോജനമെങ്കിലും അത് നമുക്ക് തെറ്റാണ് എന്ന തരത്തിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. വരുമ്പോൾ തെക്കൻ കേരളത്തിൽ BJPക്ക് 1 സീറ്റും മധ്യ കേരളത്തിൽ 1 സീറ്റും കിട്ടും എന്നുള്ളതാണ്. എന്തുകൊണ്ട് തെക്കൻ കേരളം ആറ്റിങ്ങലായി കൂടാ? ആറ്റിങ്ങലാവാനുള്ള സാധ്യത തിരുവനന്തപുരത്തെ ഒരു ഘടകം കിരൺ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഈ പന്ന്യൻ രവീന്ദ്രൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആയതോടെ ശശി തരൂരിന് ലഭിച്ചിരുന്ന പരമ്പരാഗത വോട്ടുകൾ അവിടെ ഇടതുമുന്നണിയിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാകുമെങ്കിൽ ആ ഷിഫ്റ്റിലൂടെ BJP ജയിക്കാനുള്ള സാധ്യത കിരൺ അങ്ങനെ ഒരു കണക്കിലേക്ക് വരാൻ വസ്തുതയുണ്ടോ? സജിത്ത്, ഇതിനകത്ത് വളരെ സിമ്പിളാണ്. ഈ രാഷ്ട്രീയത്തിൽ ഒന്നും എപ്പോഴും 2 ആവണം എന്നില്ല എന്ന് പറയുന്നത് പോലെ പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് MP ആയിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ വീണ്ടും മത്സരിക്കുന്നു. പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനും ഉള്ള ഒരു പ്രതിച്ഛായല്ല പന്ന്യൻ രവീന്ദ്രനുള്ളത്. അദ്ദേഹം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുമായി ചേർന്ന് നിൽക്കുന്ന ആ തരത്തിലേക്ക് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിൽ ധനസമ്പാദനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച ആളല്ല. ആ തരത്തിലേക്കുള്ള വലിയ സ്നേഹമൊക്കെ ഉണ്ട്. ആ പന്ന്യൻ രവീന്ദ്രൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 2 തവണയും LDF ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കാനുള്ള സ്വാഭാവിക സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ട്. അദ്ദേഹം MP ആയിരുന്ന ഘട്ടത്തിലും ജനങ്ങളുമായി ചേർന്ന് നിന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനുശേഷം അങ്ങനെ അദ്ദേഹത്തിന് 1 വോട്ട് ലഭിക്കുന്നു, അല്ലെങ്കിൽ ശശി തരൂരിന് അതുകൊണ്ട് കുറച്ച് വോട്ട് കുറയുന്നു, അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നു. ഇത് അവസാന സമയത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്ന് വരുമ്പോൾ ആരൊക്കെ വോട്ട് ചെയ്താലാണ് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയുക എന്ന് വന്നാൽ BJP ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇടത് വലത് മുന്നണികളിലെ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരുടെ വോട്ട് സ്വാഭാവികമായും ഈ ജയിക്കാൻ സാധ്യതയുള്ള മുന്നണിയിലെ വോട്ടിലേക്ക് മാറും. അങ്ങനെ മാറി ചെയ്ത് അങ്ങനെ വോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങനെ വന്നിട്ടുമുണ്ട് എന്നുള്ള കണക്കുകൾ വ്യക്തമാകുന്നത്. LDF ജയിച്ച ഒരു മണ്ഡലത്തിലാണ് രാജഗോപാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ഘട്ടം വന്നപ്പോഴേക്കും ശശി തരൂരിന് വലിയ തോതിലേക്ക് വോട്ട് വരികയും ശശി തരൂർ 3 മണ്ഡലങ്ങൾ മാത്രമാണ് അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ബാക്കി 4 മണ്ഡലങ്ങൾ 3 തീരദേശ മണ്ഡലങ്ങൾ മാത്രം ഭൂരിപക്ഷം കൊണ്ടാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലേക്കൊക്കെ വോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സാഹിത്യ പറയുന്നത് പന്ന്യൻ രവീന്ദ്രൻ വോട്ട് കൂടുതൽ വാങ്ങുകയും ശശി തരൂരിന് അതനുസരിച്ച് വോട്ട് കുറയുകയും ചെയ്താൽ മൂന്നാമത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സൂചിപ്പിക്കുന്നത് 2 സീറ്റിൽ കേരളത്തിൽ BJP ജയിക്കും എന്നുള്ളതാണ്. അങ്ങനെ അക്കൗണ്ട് തുറക്കും BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് ന്യൂസ് 18 സർവേ ഫലം പറയുന്നത്. അതേസമയം 14-4 എന്നുള്ളതാണ് കണക്ക്. UDF 14 സീറ്റ്, 4 സീറ്റിൽ LDF. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണി 18 സീറ്റുകൾ. നമ്മൾ ഇതുവരെയും ഒരു വ്യക്തമാക്കാത്ത ഒരു ചിത്രമുണ്ട്. ഈ നമ്മൾ മുഖ്യമന്ത്രിമാരുടെ പ്രവർത്തന വിലയിരുത്തിയപ്പോൾ കേരളത്തിൽ നിന്നും വന്ന കണക്ക് നമുക്ക് പ്രത്യേകം പരാമർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇടതുമുന്നണി നില മെച്ചപ്പെടുത്തുമെന്ന സ്ഥിതി വന്നാൽ അത്തരമൊരു അഭിപ്രായ പ്രകടനം സംസ്ഥാനത്തുണ്ടായെങ്കിൽ പിണറായി വിജയന്റെ വോട്ട് മോശമായിട്ടുണ്ടാകുമോ? എങ്ങനെ തിരിച്ചു വരികയാണ് അല്ലേ? അതെ, അതായത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാരുടെ കണക്കെടുക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നതിൽ ഒരു ഡീറ്റെയിൽ കണക്കിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ആണെങ്കിൽ ആ പ്രവർത്തനം മികച്ചതാണ് എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഈ കണക്കിൽ തെറ്റുവരില്ല. അതെ, തെറ്റുവരില്ല. അതൊരു പക്ഷേ കാരണം സംസ്ഥാനത്ത് നില മെച്ചപ്പെടുത്തുകയാണ് ഇടതുമുന്നണിയെങ്കിൽ മുഖ്യമന്ത്രിയോടും താരതമ്യേന ഭേദപ്പെട്ട അഭിപ്രായം തന്നെയാണ്. മറ്റൊരു കാര്യം എന്നുള്ളത് ഈ സിറ്റിംഗ് MPമാരുടെ പ്രവർത്തനം വിലയിരുത്തിയല്ലോ. ആ വിലയിരുത്തിയതിൽ വളരെ കുറച്ച് സിറ്റിംഗ് MPമാരുടെ പ്രവർത്തനത്തിൽ മാത്രമേ ഈ തൃപ്തികരം എന്നുള്ള ആൻസർ കിട്ടിയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു റിസൾട്ട് വന്നിരുന്നു. ഇപ്പോൾ കൊല്ലം MPയുടെയും ആലത്തൂർ MPയുടെയും ഒക്കെ കാര്യത്തിൽ അത്തരത്തിലുള്ള കണക്കാണ് കൂടുതലായിട്ട് വന്നത്. പക്ഷെ അങ്ങനെ അതിൽ തന്നെ ഒരു 10ഓളം MPമാരുടെ കാര്യം പറയുമ്പോൾ ആ ഒരു 3ാമത്തെ ടേബിളിലേക്ക് പോകേണ്ടി വന്നത് കുറച്ച് തൃപ്തികരം എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ഹൈലി സാറ്റിസ്ഫൈഡ് എന്നുള്ള വിഭാഗത്തിലും കുറച്ച് അല്ലെങ്കിൽ തൃപ്തികരം എന്നുള്ള കാറ്റഗറിയിലും വരുന്നത് 10ൽ താഴെ ഇല്ല. അത്രയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും സിറ്റിംഗ് MP ആയിരിക്കില്ലേ ഒരുപക്ഷെ ആദ്യം വിലയിരുത്തപ്പെടുക, അദ്ദേഹം തന്നെ വീണ്ടും മത്സരരംഗത്തുണ്ടാകുമ്പോൾ? അല്ല, അത് ഇത് UDFനാണല്ലോ അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എല്ലാവരും സിറ്റിംഗ് MPമാരായിട്ട് ഇപ്പോൾ TN പ്രതാപൻ മാത്രമേ അവിടെ മാറിയിട്ടുള്ളൂ. പിന്നെ K മുരളീധരൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് അവിടെ വടകരയിലും തൃശ്ശൂരിലും മാറ്റം സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സിറ്റിംഗ് MPയുടെ കാര്യത്തിൽ
തൃപ്തികരമായ പ്രവർത്തനം അല്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവിടെ സ്ഥിതി ഇച്ചിരി മോശം തന്നെയാണ് അല്ലേ? കിരൺ, ഒരു കാര്യം കൂടി നമ്മൾ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ബി ജെ പിയുടെ തെക്കൻ കേരളത്തിലെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തെക്കൻ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിനപ്പുറം മറ്റൊരു സാധ്യത വേണമെങ്കിൽ കൽപ്പിക്കാവുന്നത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിന്റെ സാധ്യത അത് എത്രമാത്രം കിരൺ അങ്ങനെ കാണാൻ പറ്റും? സജിത്തെ, തിരുവനന്തപുരം പോലെ തന്നെ ആ തരത്തിലൊരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിനെ സംബന്ധിച്ച് ആറ്റിങ്ങലിൽ വി മുരളീധരനാണ് സ്ഥാനാർത്ഥി എന്നത് ഇപ്പോൾ പൊടുന്നനെ തീരുമാനിച്ചല്ല, അത് വളരെ മുൻകൂട്ടി തന്നെ BJP തീരുമാനിച്ചതാണ്. അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ച് BJP വളരെ മുൻകൂട്ടി തന്നെ അവിടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്ന S. സുരേഷിന് ചാർജ് കൊടുത്ത് അവിടെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. ആറ്റിങ്ങൽ മത്സരിക്കുന്നത് കഴിഞ്ഞ അടുത്ത സിറ്റിംഗ് MP ആയിരുന്ന ആറ്റിങ്ങൽ എന്ന് പറയുന്നത് പരമ്പരാഗതമായി തന്നെ ഇടതുമുന്നണിക്ക് വലിയ മേൽക്കോയ്മയുള്ള തുടർച്ചയായ ഇടതുമുന്നണി വലിയ പരാജയങ്ങളൊക്കെ നേരിടുമ്പോഴും അപ്പോഴെല്ലാം ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെ ആ ആറ്റിങ്ങൽ പിടിച്ചെടുത്തത് കഴിഞ്ഞ തവണ അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് ഈ പറയുന്നത് പോലെ ഏറ്റവും താഴെ തട്ടിലിറങ്ങി എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള ആളും വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടുന്ന ഇരട്ട വോട്ടുകൾ അല്ലെങ്കിൽ കള്ള വോട്ടുകൾ ഇതെല്ലാം അവിടെ തൊട്ട് പിടിച്ച് കൃത്യമായി എങ്ങനെയാണോ ഇടതുമുന്നണിയും BJPയും ഒക്കെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നത് ആ മട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് അദ്ദേഹം അത് പിടിച്ചെടുത്തത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് കാര്യമായ എതിർപ്പോ അല്ലെങ്കിൽ ഒരു വലിയ MP എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും എതിർപ്പുണ്ടായിട്ടില്ല. 5 വർഷവും അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഇടതുമുന്നണിയും വളരെ നേരത്തെ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. വി ജോയി നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ വി ജോയിയെ ഇപ്പോൾ തീരുമാനിച്ചതല്ല, വളരെ നേരത്തെ തന്നെ കഴിഞ്ഞ തവണ പരാജയം ഉണ്ടായപ്പോൾ തന്നെ വി ജോയിയെ വേണം അടുത്ത തവണ അവിടെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ, ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനും തീരുമാനിക്കുകയും അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി ആവുന്നു. CPMന്റെ ജില്ലാ സെക്രട്ടറി ജില്ലയിലാകമാനം കൂടി അദ്ദേഹത്തിന് കൂടുതൽ ആക്സസ് ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. എങ്ങനെയാണോ അടൂർ പ്രകാശ് പ്രവർത്തിക്കുന്നത് ആ മട്ടിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് വി ജോയി. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലക്കാരനാണ് എന്നുള്ള ഒരു അധിക ആനുകൂല്യം കൂടി വി ജോയിക്കുണ്ട്. വി ജോയി വരുമ്പോൾ നേരത്തെ ഉണ്ടായതുപോലെയല്ല, തിരുവനന്തപുരത്തെ CPMന്റെ മിഷണറി പരമാവധി പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഇപ്പോൾ തന്നെ പ്രവർത്തന രംഗത്തേക്ക് അതിഭീകരമായി തന്നെ അല്ലെങ്കിൽ എങ്ങനെയാണോ വളരെ അവസാന നിമിഷത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത് പോലെ തന്നെ പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ 3 മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ പ്രവർത്തനമാണ്. സാമുദായിക സമവാക്യം നോക്കിയാലും 3 പേരും ഒരേ വിഭാഗത്തിൽ. പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നേരത്തെ സജിത്ത് പറഞ്ഞ കാര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രവർത്തനം അതിനെ ഏത് രീതിയിലാണ് ഈ സർവേയിൽ പങ്കെടുത്ത ആളുകൾ വിലയിരുത്തിയിട്ടുള്ളത്? അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. സജിത്ത് നേരത്തെ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിലാണ് ഇത് ഈ സീറ്റിന്റെ കാര്യത്തിൽ പ്രതിഫലിക്കുക എന്നുള്ളത്, അതിൽ സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വളരെ തൃപ്തികരമെന്ന് 24% പ്രേക്ഷകർ. 24% പ്രേക്ഷകരാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വളരെ തൃപ്തികരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ സംവാട്ട് സാറ്റിസ്ഫൈഡ് അല്ലെ, കുറച്ച് തൃപ്തികരം എന്നുള്ളത് 10% പ്രേക്ഷകർ. തൃപ്തിയോ അതൃപ്തിയോ ഇല്ല അല്ലെ. ഇത് പൂർണ്ണമായും കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വളരെ തൃപ്തികരം 24%, തൃപ്തികരം 10%, തൃപ്തിയോ അതൃപ്തിയോ ഇല്ലാത്തവർ 22%. അത് കൂട്ടിച്ചേർക്കുമ്പോൾ 22ഉം 24ഉം 46ഉം 10ഉം 56% ആ ഗണത്തിൽപ്പെടുത്താം. നേരിയ അതൃപ്തി 25%, സമ്പൂർണ്ണ അതൃപ്തി 18%, അഭിപ്രായമില്ലാത്തവർ 1%. അതാണ് അവസ്ഥ. അങ്ങനെയെങ്കിൽ അതിന്റെ താരതമ്യം എടുക്കുമ്പോൾ സർക്കാരിന്റെ പ്രവർത്തനം ഏറെക്കുറെ തൃപ്തികരം, സർക്കാരിന് ഭേദപ്പെട്ട പ്രകടനമാണുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ തൃപ്തികരം എന്നുള്ളത് 24%. അതായത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിന് കൊടുത്ത അതേ മാർക്ക് തന്നെ. തൃപ്തികരം 8%, രണ്ടും ഒരുമിച്ച് കൂട്ടാം 32%. തൃപ്തിയോ അതൃപ്തിയോ ഇല്ല എന്നുള്ളതും എവിടെ കൂട്ടാം? അങ്ങനെ വരുമ്പോൾ 48 അതിലേക്ക് പോവില്ല എന്നാണ് കിരൺ പറയുന്നത്. അത്രയും പറ്റില്ല എന്നല്ലേ. ഇത് കണക്കൂട്ടുന്ന ഇങ്ങനെ ഒരു കണക്കാണ് വരുന്നതെങ്കിൽ ഏറ്റവും വളരെ തൃപ്തികരം എന്ന് പറയുന്നത് രണ്ടും അതിന്റെ പോസിറ്റീവ് വശത്തിലേക്ക് എടുക്കുന്നു. ഏറ്റവും മോശമാണ് എന്ന് പറയുന്നതും ഏറ്റവും മോശം എന്ന് പറയുന്നതും ഒരു കണക്കിലെടുക്കുന്നു. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത നടുക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ 22% ആളുകൾ നിൽക്കുന്നത് മധ്യഭാഗത്താണ്. ഞാനത് അംഗീകരിക്കില്ല. തൃപ്തിയോ അതൃപ്തിയോ ഇല്ലാത്തത് എന്തായാലും സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടി വരും. അല്ല, അങ്ങനെയും രണ്ട് തരത്തിലേക്കും മാറി വരും. ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലെ എപ്പോഴും വിജയത്തെ നിശ്ചയിക്കുന്നത് ഈ ഏതെങ്കിലും 2 പാർട്ടിയിൽ ഇപ്പോൾ സ്വാഭാവിക 24% എന്ന് പറയുന്നത് CPMമായി അനുഭവമുള്ള ആളുകളായിരിക്കും 24%. സമ്പൂർണ്ണ അതൃപ്തി എന്ന് പറയുന്നത് 18% എന്ന് പറയുന്നത് കോൺഗ്രസിനോ BJPയിലോ ഒക്കെ പെടുന്ന അല്ലെങ്കിൽ UDFിലോ 2 മുന്നണി ആളുകളായിരിക്കും. തീരെ കൊള്ളില്ല എന്നുള്ളതായിരുന്നുവെങ്കിൽ ആ നേരിയ അതൃപ്തി എന്നുള്ള കോണത്തിൽ തന്നെ കൂടുതൽ വരുന്നമായിരുന്നു അല്ലെ. അത് പക്ഷേ അങ്ങനെ വന്നിട്ടില്ല. അത്ര മോശമല്ല
എന്നാൽ അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, ഇല്ല അങ്ങനെയൊന്നാണ്. ഏകദേശം അങ്ങനെയാണ്. നടുക്ക് നിൽക്കുന്ന 22% പേരാണ് നിശ്ചയിക്കേണ്ടത്. ഇത് രണ്ടും 50% മുകളിൽ പോകുന്നില്ല. 24, 10, 34% തൃപ്തികരവും വളരെ തൃപ്തികരവും, നേരിയ അതിർത്തിയുള്ള 25, മറ്റേത് 18%. അഭിപ്രായമില്ലാത്തവരെ മാറ്റി നിർത്താം. അങ്ങനെയാണെങ്കിൽ തന്നെ 43%, 50% കടക്കണമെങ്കിൽ, അതിർത്തി 50% കടക്കണമെങ്കിലും തൃപ്തി 50% കടക്കണമെങ്കിലും ഈ മധ്യഭാഗത്ത് നിൽക്കുന്ന ആളുകൾ എന്നാൽ അവരുടെ വോട്ട് എങ്ങോട്ടും ചായ ഏറെക്കുറെ 50-50 ആണ്. ഏറെക്കുറെ 50-50. അങ്ങനെയാണെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ സമ്പൂർണ്ണ അതിർത്തിയുടെ കോളം ചെറുതാകുമോ എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ ചിലപ്പോൾ ഈ 22% എന്നുള്ളത് ക്ഷേമ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ തോതിൽ സർക്കാർ അനുകൂലമായി മാറാം, കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ മഞ്ജുഷ, ഈ സാമ്പിൾ എടുത്ത കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയും സർക്കാരും ഏറ്റവും മോശം പ്രകടനത്തിന് ഒരു സമയത്തിലാണ്. അതെ, വളരെ വിമർശനങ്ങൾ ഉണ്ടായ ഒരു സമയത്ത് തന്നെയാണ്. മാർച്ച് 1 വരെയാണല്ലോ ഈ സർവേ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ കൂടി അതിൽ ഉണ്ടാകും. അവിടെയാണ് ഇങ്ങനെയൊരു കണക്ക് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് വോട്ടർമാർ വിലയിരുത്തിയത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണക്കാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ സഹിത്തെ ഇപ്പോൾ LDF കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്ന് സർവേ ഫലം പറയുമ്പോൾ ഇതുമായിട്ടും ചേർത്ത് വായിക്കാമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അത് മറ്റൊരു ദേശീയ സാഹചര്യങ്ങൾ കൊണ്ടും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യേണ്ട കാരണമില്ല. സ്വാഭാവികമായും സർക്കാരിന് വോട്ട് ആരെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടായി മാറാം. മറ്റൊരു തരത്തിലും ദേശീയ തലത്തിൽ BJPക്ക് ഒരു ബദലായി ഇടതുമുന്നണി ദേശീയ ചിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെ ആ പരിഗണന ഒരുപക്ഷെ കിട്ടുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തിനാവാം. ഒരുപക്ഷെ അങ്ങനെയാവാം. സീറ്റ് വർധനവും ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രിയുടെ പ്രകടനത്തിലുള്ള മാർക്കും വീഴുന്നതിന്റെ കാരണവും. എന്തായാലും 14 സീറ്റുകളിൽ UDF, 4 സീറ്റുകളിൽ LDF, 2 സീറ്റുകളിൽ BJP. ഇതാണ് ന്യൂസ് 18 സർവേയിൽ കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഫലം. കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇതാണ്.